നമസ്കാരം, ഞാൻ വിനു പ്രസാദ്. നമ്മളൊരു വീട് പണിയാൻ തീരുമാനിച്ച് പ്ലാനൊക്കെ ഫൈനലൈസ് ചെയ്ത് ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെട്ടിടം പണിയുടെ കോൺട്രാക്ട് കരാർ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് കെട്ടിട നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കരാറുകളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത് ടേൺ കീ കോൺട്രാക്ട് എന്നുള്ളതാണ്. ടേൺ കീ കോൺട്രാക്റ്റിൽ കരാറുകാരൻ അല്ലെങ്കിൽ കോൺട്രാക്ടർ കെട്ടിടം പണി പരിപൂർണമായി പൂർത്തീകരിച്ച് ഫുൾ ഫിനിഷ് ചെയ്ത് താക്കോൽ ഉടമസ്ഥന് കൈമാറുന്നതിനെയാണ് ടേൺ കീ കോൺട്രാക്ട് എന്ന് പറയുന്നത്. മറ്റൊരു കോൺട്രാക്ട് ഉള്ളത് പാർട്ട് കോൺട്രാക്ട് ആണ്. അതായത് കെട്ടിടം പണിയുടെ വിവിധ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ട് ആ ഘട്ടങ്ങൾ മാത്രം ചെയ്യുന്നതിനുള്ള കോൺട്രാക്ട് കൊടുക്കുന്നതിനാണ് പാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു രീതി ഉള്ളതെന്ന് വെച്ചാൽ ലേബർ കോൺട്രാക്ട്. ലേബർ മാത്രം നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഓരോ കോൺട്രാക്റ്റിനും അതിൻ്റെതായിട്ടുള്ള നിരവധി സവിശേഷതകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ടേൺ കീ കോൺട്രാക്റ്റിനെ പറ്റി പറയാം. ടേൺ കീ കോൺട്രാക്ട് രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉടമസ്ഥന് കാര്യമായിട്ടുള്ള വർക്ക് സംബന്ധമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ കാര്യം. എല്ലാ കാര്യങ്ങളും സാങ്കേതിക മേൽനോട്ടം അടക്കം, പർച്ചേസ് അടക്കം, മെറ്റീരിയൽ സപ്ലൈ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കോൺട്രാക്ടറുടെ മേൽനോട്ടത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരു റിസ്ക്കുമില്ല. കൃത്യമായിട്ടുള്ള പണം മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ ടേൺ കീ കോൺട്രാക്ട് വഴി നമുക്ക് നല്ല രീതിയിൽ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പരിചയസമ്പന്നനും വിശ്വസ്തനുമായിട്ടുള്ള ഒരു കരാറുകാരനെ പണി ഏൽപ്പിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ കരാറിൽ ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് ഓരോ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ്, ക്വാളിറ്റി, അതുപോലെ തന്നെ പണിയുടെ ഓരോ ഘട്ടങ്ങൾ, പേയ്മെന്റിന്റെ ഘട്ടങ്ങൾ, ഇതെല്ലാം തന്നെ കരാറിൽ കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ പാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. പല രീതിയിൽ അത് ഉടമസ്ഥന്റെ താല്പര്യമനുസരിച്ച് നമുക്ക് ഈ പാർട്ട് കോൺട്രാക്ട് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മെറ്റീരിയൽ സപ്ലൈ അടക്കമുള്ള, സാങ്കേതിക മേൽനോട്ടം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കരാറുകാരൻ തന്നെയാണ്, കോൺട്രാക്ടർ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് ഈ ഉടമസ്ഥന് കാര്യമായിട്ടുള്ള മറ്റ് റിസ്ക് ഫാക്ടർ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റേ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ലേബർ കോൺട്രാക്ട് ആണ്. അപ്പൊ അതില് ലേബർ മാത്രമാണ് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഉടമസ്ഥൻ നേരിട്ട് ബന്ധപ്പെടുകയും പർച്ചേസ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും പണിയുടെ മേൽനോട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഉടമസ്ഥൻ നോക്കുകയും ചെയ്യേണ്ട നല്ല റിസ്ക് ഉള്ള ഒരു രീതിയാണ് ലേബർ കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മൾ വേണ്ടത്ര ആലോചിച്ചിട്ട് വേണം നമ്മുടെ വീടിന്റെ വർക്ക് ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. തീർച്ചയായിട്ടും അത് ഒരു സാങ്കേതിക മികവുള്ള, ടെക്നിക്കൽ നോളജുള്ള ഒരു കോൺട്രാക്ടർക്ക് ഒന്നെങ്കിൽ നമ്മൾ ടേൺ കീ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ പാർട്ട് കോൺട്രാക്റ്റോ കൊടുക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളത്. നമസ്കാരം.